ടീച്ചറെ ടീച്ചറിനെ കുടിക്കാൻ നേരം എടുക്കട്ടെ? അയ്യോ കുടിക്കാനൊന്നും വേണ്ട. അതെന്താ? കഴിഞ്ഞ തവണ വന്നപ്പോഴൊന്നും കുടിച്ചില്ലല്ലോ. ഞാൻ ചായ എടുക്കാൻ പറയാം. ചായ വേണ്ട. എന്നാ കാപ്പി ആയാലോ? ചൂടായിട്ടുള്ള ഒന്നും വേണ്ടായിരുന്നു. നാരങ്ങളും എടുക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട ജ്യൂസ് എടുക്കാം. ജ്യൂസ് ശരി. ടീച്ചർ പാറുവിനെ കാണാൻ വന്നതാ? അതെ, പാറുവിനെ കാണാൻ വന്നതാ. ഞാൻ ടീച്ചറിനെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എന്റെ പൊന്നു ടീച്ചറെ ഒരു വക പഠിക്കത്തില്ല. വീട്ടിൽ വന്നാല് ആരെയും വക വെക്കത്തുമില്ല. ഏത് സമയവും വേണ്ട. ഇത് കണ്ടോ ടീച്ചർ? കണ്ടല്ലോ, ഇതുപോലൊരു ബുക്കും എടുത്ത് കുറെ കളറും എടുത്ത് വെച്ചോണ്ടെങ്കിൽ ഇരിക്കും. പഠിക്കത്തേ ഇല്ല ടീച്ചറെ. എന്തോന്ന് അമ്മൂമ്മ? പിന്നെ കാര്യങ്ങൾ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടേ? വയ്യാത്ത കുട്ടിയാണേ. ആണോ? നിനക്ക് പറയാവോ? പിന്നെ കിട്ടുമ്പോഴല്ലേ പറയാൻ പറ്റൂ. டீச்சர் உங்களுக்கு குடிக்கிறதுக்கு ஜூஸ் தானே கேட்டீங்க, நான் இப்பவே கொண்டு தரேன். ശരി. ടീച്ചറിന്റെ നാട് എവിടെയാ? എന്റെ നാട് വന്നിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെ? കുരീച്ചിറാന്ന് പറയും. അല്ല, അപ്പൊ സിദ്ധുളിന്റെ കൂടെ എങ്ങനെയാ പഠിച്ചത്? അളിയൻ ഇവിടെ അല്ലേ പഠിച്ചേ? അല്ല, എന്റെ അച്ഛൻ ജോലി ചെയ്തൊക്കെ ഇവിടെ എറണാകുളത്തായിരുന്നേ. അപ്പൊ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ എറണാകുളത്താ. ടീച്ചറുടെ കല്യാണം കഴിഞ്ഞാന്നോ? എന്തോന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ? അയ്യോ അതൊന്നും സാരില്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞില്ലേ? ബട്ട് വൈ ടീച്ചർ എന്താ കല്യാണം കഴിക്കാത്തെ? അല്ല, ഇനിയും സമയമുണ്ടല്ലോ. സമയമുണ്ട്. ചേച്ചി കേട്ടില്ലേ? കല്യാണം കഴിഞ്ഞില്ല. പണ്ടത്തെ ക്രച്ച് ഇപ്പോഴും മനസ്സിൽ കിടവുണ്ടാവും. അമ്മമ്മേ, ആ ജ്യൂസ് എന്തായതെന്ന് നോക്കിട്ട് വരാവോ? ഇപ്പൊ കൊണ്ടുവരാം. ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ. ശരി. മക്കളെ പാറും പോയാ മിഠായി അയച്ചോട്ടാ. ടീച്ചർ അവിടെ ഇരുന്നോ? നമുക്ക് കുറച്ചു നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കല്ലോ. അവിടെ ഇരുന്നോ? പിന്നെ ടീച്ചറെ, ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുതേ. പഴയ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കൗതുകത്തിന് ഓർത്ത് ചോദിക്കുന്നതാ. ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ തവണ വന്നപ്പോ സ്കൂളില് സിദ്ധു ആയിരുന്നു എല്ലാവരുടെയും ക്രഷ്? അതെന്താ അങ്ങനെ? അവിടെ വേറെ കാണാൻ കൊള്ളുന്ന ആമ്പിളേരൊന്നും ഉണ്ടായിരുന്നു? അല്ല, കാണാൻ കൊള്ളാവുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ സിദ്ധു എല്ലാ കാര്യത്തിലും കുറച്ച് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സിദ്ധുവിന്റെ മേലെയായിരുന്നു കണ്ണ്. അളിയൻ അത്രക്കാരനായിരുന്നല്ലേ? സത്യം പറ ടീച്ചറെ, ടീച്ചറിനും സിദ്ധുവിന്റെ അടുത്ത് ചെറിയൊരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. അത് മടിച്ചിക്കത് പറ ടീച്ചർ, ഒരു കുഴപ്പമില്ല. അത് പറഞ്ഞോ? അല്ല, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ടുണ്ടായിരുന്നില്ലേ? അത്രയ്ക്കൊന്നും ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ഇല്ല. അല്ല, കുറച്ച് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ആണല്ലേ? അപ്പോഴേ ഒരു മിനിറ്റ് ഒന്ന് വന്നേ. അപ്പോഴേ കൂടുതൽ ചോദ്യം ചോദിക്കാൻ നിക്കണ്ട. വെറുതെ എന്തിനാ പണി വാങ്ങിക്കൂട്ടുന്നത് അല്ലേ? ഞാനല്ലേ പണി മേടിച്ചു കൂട്ടണേ? ഞാനങ്ങ് സഹിച്ചു. വേണ്ട വിട്. വേണ്ട, പറയണേ. ടീച്ചറെ, എന്നിട്ടേ ടീച്ചറിന് ഈ ക്രഷ് ഉള്ള കാര്യം ടീച്ചർ എന്നാ സിദ്ധുവിന്റെ അടുത്ത് പറയാഞ്ഞേ? അയ്യോ അങ്ങനൊന്നുമില്ല. ടീച്ചർ പറ, കേക്ക് ഇതൊക്കെ ഫണ്ണല്ലേ ടീച്ചറെ? അത് പിന്നെ ഞാൻ ആ സമയത്ത് ചെറിയൊരു ഇൻട്രോവേർട്ട് ആയിരുന്നേ. ഓ, അപ്പൊ ഇൻട്രോവേർട്ട് അല്ലായിരുന്നെങ്കിൽ പറഞ്ഞേനെ അല്ലേ? സിദ്ധുന്റെ വൈഫിന്റെ ഒരു കാര്യം, ആള് ഭയങ്കര ഓപ്പൺ ആണല്ലേ. അധികം വൈകാതെ ക്ലോസ് ആക്കും. എന്നിട്ട് ബാക്കി പറ. ബാക്കി അന്നത്തെ കാലത്ത് ഞാൻ സിദ്ധു ഉപയോഗിച്ച പേനയും അവൻ ബോർഡിൽ എഴുതിയ ചോക്കും ചോക്ലേറ്റ് കവറും എല്ലാം സൂക്ഷിച്ചെടുത്ത് വെക്കുമായിരുന്നു. ഇതൊന്നും അളിയെ അറിയാതെ പോയല്ല. അറിയാതിരുന്നത് നന്നായല്ലേ ചേച്ചി? ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ടീച്ചറെ? കാണുമായിരിക്കും, എന്റെ പെട്ടിയിലെങ്ങാനും എപ്പോഴും കാണുമായിരിക്കും. പണ്ടത്തെ കാര്യങ്ങളല്ലേ. കണ്ണൊക്കെ നിറഞ്ഞല്ലേ? ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാത്ത വള്ളിയൊന്നും പിടിക്കാൻ പോകണ്ടാന്ന്. ടീച്ചറെ ഇവിടെ ഇരിക്കേ, ഞാൻ ആ ജ്യൂസ് എന്തായെന്നൊന്ന് നോക്കിട്ട് വരാം. കുഴപ്പമൊന്നുമില്ല, ജ്യൂസ് എടുക്കാൻ പോയതല്ലേ? ടീച്ചർ അവിടെ
ലച്ചു അത് ടീച്ചറിന് ഒഴിച്ചു വെച്ച ജ്യൂസാ. പിന്നെ ടീച്ചറിന്റെ ഉള്ളതേ ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. ലച്ചു എതുക്ക് നീ അഴற? എന്താ കൊച്ചേ, എന്തിനാ കരയുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കേക്കണ്ടാന്ന്. അപ്പൊ കേട്ടേ പറ്റൂ. നീ കര. എന്തിനാ മക്കളെ കരയുന്നേ? പറ. മുമ്മ സംഭവം എന്തെന്നറിയോ, ഒരാള് പണ്ടെപ്പോഴോ തൊട്ട ചോക്കും പേനയും പെൻസിലും ഒക്കെ വേറൊരാള് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അവളാര്? കെമാല. ഇവൻ തൊട്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ. അതാരാ? അതൊരു സീരീസിന്റെ ക്യാരക്ടർ. അതൊരു ബുക്കിലെ ക്യാരക്ടർ. സീരീസ്. അത് ബുക്കിലെ ക്യാരക്ടർ. സീരീസ്. അതാരെയും ആരല്ലോ ആയിക്കോട്ടെ. അവള് പോയാ? അവിടെ അളിയനോട് സംസാരിച്ചിരിപ്പുണ്ടോ? സിദ്ധുവിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന ഏ സിദ്ധു ഇവിടെ ഉണ്ടാ? ഉണ്ടല്ലോ. ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. പഴയ ആൾക്കാരെ എല്ലാരും ഒന്ന് കണക്ട് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഞാനിടയ്ക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാറൊക്കെ ഉണ്ട്. ആണോ? പിന്നില്ലാണ്ട്. എനിക്ക് ചിലരുടെ നമ്പറൊക്കെ വേണം. ഞാൻ അയച്ചുതരാം. പറയാം, ആരുടെയൊക്കെ ഞാൻ പറയാം. ഹായ്. അയ്യോ ഒന്ന് വന്നേ. ഉം. ഒരു മിനിറ്റ്. താങ്ക് യു. ഇപ്പൊ വരാവേ. ഓ നടക്ക് ഉം. നടക്ക്. എന്താ എന്തുദ്ദേശം? എന്തുദ്ദേശം? ടീച്ചറായിട്ട് ഭയങ്കര കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നല്ലേ? ഞങ്ങള് പഴയ സ്കൂൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുവായിരുന്നു. എന്താടി? സ്കൂൾ കാര്യം. സത്യം പറ സിദ്ധു, ടീച്ചർ നിന്നെ കാണാനല്ലേ വന്നേ? ലച്ചു ടീച്ചർ പാറൂസിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞല്ലോ. അത് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. ശരിക്കും ടീച്ചർ വന്നത് ആരെ കാണാനാ? എന്റെ പൊന്നു ലച്ചു, നീ ചുമ്മാ താളത്തിൽ ദിനേശൻ കളിക്കില്ലേ? എല്ലാരും കൂടെ എന്നെ അങ്ങനെ ആക്കണതല്ലേ? ചുമ്മാ വേഷം കെട്ട് കാണിക്കാതെ കാര്യം പറ സിദ്ധു. ടീച്ചർ പ്ലാൻ ചെയ്ത് വന്നതല്ലേ? എന്താണ് ഭാര്യയും ഭർത്താവും കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? മൊത്തം പ്രശ്നം അനാർക്കലി. ലച്ചൂസ് എന്റെ അടുത്ത് ചോദിക്കുവാണേ, അനാർക്കലി എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണോ? ഞാനിവിടെ വന്നപ്പോഴാണ് സിദ്ധുവിനെ ഓർത്തത് പോലും. അത് പറച്ചില് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ലച്ചു സിദ്ധുവിന്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആണല്ലേ? അത് പിന്നെ ഈ വീട്ടിലെല്ലാരും ഭയങ്കര പൊസസീവാ. അത് ഭാര്യയും ഭർത്താവണമെന്നൊന്നും ഇല്ല. ഓ അതുകൊണ്ടാണല്ലോ എന്നോട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചത്. ഞാൻ ഇവന്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചതാ. ഒന്ന് ഇങ്ങോട്ട് വന്നേ. യെസ്. നീയല്ല ലച്ചൂസ് ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. വാ ഇങ്ങോട്ട്. അതെ, ഞാനൊരു 2-3 months കഴിഞ്ഞാൽ ഇവിടുന്ന് UK പോവാ. അവിടെ ഏതെങ്കിലും ഒരു സ്റ്റൈലൻ ടൈപ്പിനെ ഞാൻ വളച്ചെടുത്തോളാം. എനിക്ക് തന്റെ ഭർത്താവിനൊന്നും വേണ്ടടോ. ഹയ്യേടാ, എന്റെ ഭർത്താവിനെയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഇപ്പൊ ഞാൻ എടുത്ത് തരാം. സിദ്ധു, ഞാൻ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താലോ? ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യാം. അടിപൊളിയായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ നടത്തിക്കളെ. പളയന്റെ കൃഷികളുടെ സംസ്ഥാന സമ്മേളനമായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഓക്കെ. ലച്ചു ജ്യൂസ് കിട്ടിയില്ല കേട്ടോ. ടീച്ചറിനുള്ള ജ്യൂസ് ഞാൻ വേറെ തരുന്നുണ്ട്. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. ഞാൻ ജ്യൂസ് എടുക്കട്ടെ? അയ്യോ ജ്യൂസ് വേണ്ട, എനിക്ക് ഇപ്പൊ പോവാൻ സമയം. ആണോ? എന്നാ പറഞ്ഞു കൊടുത്തു കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ശരി കേട്ടോ. പറഞ്ഞെടുത്ത് പ്രത്യേകം പറയണം. ബൈ ബൈ. ബൈ ബൈ. കാര്യം ചോദിക്കട്ടോ? അന്ന് പണ്ട് സ്കൂളിൽ പഠിക്കാൻ സമയത്ത് അനാർക്കലി ടീച്ചറെ അളിയനോട് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അളിയൻ എന്താ പറഞ്ഞേനെ?
ദേടാ അളിയൻ ചിരിച്ചോണ്ട് പോണ്. കേശുവേ, എന്തായിരിക്കും അളിയന്റെ മുഖത്ത് ആ ചിരിയുടെ അർത്ഥം?